ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ 4th മൊഡ്യൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഓർഗനൈസേഷണൽ ചേഞ്ച്. എന്താണ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, അതായത് അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജികൾ, അവിടെ യൂസ് ചെയ്യുന്ന സിസ്റ്റംസുകളിലുള്ള ചേഞ്ചുകൾ, അതുപോലെ തന്നെ അവിടെ റൂൾസിലൊക്കെ ചേഞ്ച് വരുത്തുക, റെഗുലേഷൻസിൽ ചേഞ്ച് വരുത്തുന്നു, അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രാറ്റജീസുകളൊക്കെ ചേഞ്ച് വരുത്തുക, അതിനെയാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്ത് തരം ചേഞ്ച്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഓർഗനൈസേഷൻ ചേഞ്ചാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ മാനേജറെ കൊണ്ടുവരിക, അതൊരു ചേഞ്ചാണ്. കാരണം പഴയ മാനേജറെ മാറ്റിയിട്ട് പുതിയൊരു മാനേജറെ കൊണ്ടുവരുന്നത് ചേഞ്ചാണ്. നെക്സ്റ്റ്, പുതിയ റൂൾസുകൾ ഒന്നെങ്കിൽ കൂട്ടിക്കൊണ്ടുവരിക അല്ലെങ്കിൽ ഇല്ല റൂൾസുകളിൽ നിന്ന് കുറയ്ക്കപ്പെടുക, അതും ഒരു ചേഞ്ചാണ്. പിന്നെ ടെക്നോളജികൾസൊക്കെ വ്യത്യാസപ്പെടുത്തുക, സിസ്റ്റമുകൾക്ക് വേറെ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ചേഞ്ചുകളാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്ത് തരം ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് ഫോഴ്സസ് ഫോർ ചേഞ്ച്. അതായത് ഓർഗനൈസേഷനിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ രണ്ട് രീതിക്കുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ആയിട്ടും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടും. എക്സ്റ്റേണൽ പറയുമ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ്റെ പുറം ഭാഗത്ത് നിന്ന് വരുന്ന ചേഞ്ചുകൾ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അതായത് ഇന്നത്തെ കാലത്ത് ടെക്നോളജികൾ പെട്ടെന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI, ഓട്ടോമേഷൻ, അങ്ങനത്തെ പല പല ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ തന്നെ അപ്ഡേറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഒന്നാമതൊരു ഓർഗനൈസേഷനിൽ ചേഞ്ച് വരുന്നത് ടെക്നോളജിൻ്റെ കേസിൽ. ദെൻ മാർക്കറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഒരേപോലത്തെ പ്രൊഡക്റ്റ് വിൽക്കുന്ന കുറേ മാർക്കറ്റുകളുണ്ട്, അതായത് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു മാർക്കറ്റ് കോമ്പറ്റീഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് ചേഞ്ചുകൾ വരുത്തണം. കാരണം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ചേഞ്ചുകൾ നമുക്ക് മേ ബി മന്ത്ലിയോ അല്ലെങ്കിൽ വീക്കിലോ ഒക്കെ ആയിട്ട് നമുക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ലോ ആൻഡ് റെഗുലേഷൻസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ റൂൾസുകളും റെഗുലേഷൻസൊക്കെ മേ ബി എപ്പോഴാണ് മാറുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കമ്പനികളിലെ പോളിസീസും റൂൾസൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ചേഞ്ചസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പുറത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ചേഞ്ചുകൾ, അതായത് വിലൻ്റെ കേസിൽ, അതുപോലെ തന്നെ പണം, ഈ ഒരു സാമ്പത്തികത്തിൻ്റെ കേസിൽ എന്തെങ്കിലും ചേഞ്ച് പുറത്ത് തന്നെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓർഗനൈസേഷനെയും അഫക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ്. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള വ്യക്തികൾ, ഓരോ വ്യക്തികളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഓരോ ചേഞ്ചസ് ഉണ്ടാവുന്നത്. കാരണം പല വ്യക്തികളുടെയും ഇഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ പല ജനറേഷനിലും പല ഏജ് ഗ്രൂപ്പിലുള്ളൊക്കെ വ്യക്തികളായിരിക്കും. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനും ചേഞ്ച് ഉണ്ടാവുന്നത്. അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചേഞ്ചസുകളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലീഡർഷിപ്പ്. അതായത് പുതിയ CEO, മാനേജേഴ്സ് ആ ഒരു ഓർഗനൈസേഷനിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. അതായത് അവിടേക്ക് പുതിയൊരു CEO വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ആ ഒരു എംപ്ലോയീസിൻ്റെ കുറഞ്ഞു നിൽക്കുന്ന വർക്ക് കൂടുന്നു, അവർ കൂട്ടാൻ ശ്രമിക്കുന്നു, അങ്ങനെ പുതിയ ചേഞ്ചുകൾ വരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ പെർഫോമൻസ്. അതായത് ആ ഒരു കമ്പനിയിലുള്ള ആ ഒരു ഓവറോൾ ആ ഒരു കമ്പനീൻ്റെ പെർഫോമൻസ് ഒരു ലോ ലെവലിലാണ്. അധികം ലാഭമോ പ്രോഫിറ്റോ ഒന്നും കിട്ടണില്ല, ഒരു നോർമൽ ലെവലാണ് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ട്രാറ്റജി, തന്ത്രങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നു. അവിടെ ഒരു ചേഞ്ച് വരുത്താൻ നോക്കുകയാണ്, കൂടുതൽ ആ ഒരു കമ്പനീനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. ദെൻ എംപ്ലോയി എക്സ്പെക്റ്റേഷൻസ്. അതായത് ഒരു എംപ്ലോയിക്ക് ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ്, അവരുടെ സാലറിയിൽ, അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിലും അവരുടെ ജോലി ഭാരം കുറക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ് കിട്ടുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓഫ്ലൈനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അത് വർക്ക് അറ്റ് ഹോം, അതായത് വീട്ടിലിരുന്നു കൊണ്ട് ജോലി എടുപ്പിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചുകൾ. നെക്സ്റ്റ് വൺ വർക്ക് ക്ലൈമറ്റ് ഇഷ്യൂസ്. അതായത് ഇപ്പോൾ കമ്പനികളിൽ നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാമായിട്ടുള്ള ഒരു എൻവിറോൺമെൻ്റ് അല്ല, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള എൻവിറോൺമെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓരോ എംപ്ലോയിൻ്റെയും വർക്കിൻ്റെ പ്രകടനത്തിൽ ചേഞ്ചുകൾ ഉണ്ടാക്കുന്നു, ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, ആ ഒരു പ്രകടനം കുറക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ്
പ്ലാനഡ് ചേഞ്ച്. അതായത് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഗനൈസേഷൻ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു ചേഞ്ചിനെയാണ് അതായത് പ്ലാനഡ് ചേഞ്ച് എന്ന് പറയുന്നത്. അവിടെ മനഃപൂർവ്വമാണ് ആ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഡെലിബറി ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് അത്തരം ഒരു ചേഞ്ച് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ച്. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മളിങ്ങനെ ഈ കയ്യെഴുത്തൊക്കെ നമ്മൾ കൈകൊണ്ട് എഴുതിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ടെക്നോളജി അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു എന്താണ് ചേഞ്ചുകളാണ്. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ കൂടുതൽ വിവരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്, അതൊരു ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ചേഞ്ചിങ് ആണ്. കുറേ കാലം ഇരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചേഞ്ചിനെയാണ് എന്ത് പ്ലാനഡ് ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ പറഞ്ഞു കുറേ ചേഞ്ചസ് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസുകളും ആ ഒരു ചേഞ്ചിനെ എതിർക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ചേഞ്ചിനെ എതിർക്കുന്നതിനാണ് എന്ത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചേഞ്ചുകൾ രണ്ട് രീതിയിലോട്ടാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ചേഞ്ചും ഓർഗനൈസേഷണൽ ചേഞ്ചും. ഇൻഡിവിജ്വൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന എതിർപ്പുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായിരിക്കും, അവർ പഴയ കാലത്ത് യൂസ് ചെയ്ത ആ ഒരു പ്രക്രിയയായിരിക്കും ഇഷ്ടം. പുതിയൊരു സിസ്റ്റം വരുമ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു ഉത്കണ്ഠ അവർക്ക് ഉണ്ടാകുന്നു. രണ്ടാമത് ഫിയർ ഓഫ് അൺനോൺ. ഇവർക്ക് അറിയാത്തൊരു കാര്യത്തെ പറ്റി ചെയ്യുമ്പോഴുള്ളൊരു പേടി. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് അറിയാത്തൊരു പ്രക്രിയയാണ്. അപ്പോൾ അതിനോടുള്ളൊരു പേടി, കാരണം ഇങ്ങനൊരു സംഭവം വന്നാൽ ഇയാളുടെ ജോലി പോകുമോ എന്നുള്ളൊക്കെ ഒരു ഭയം. നെക്സ്റ്റ് പോയിന്റ് എക്കണോമിക് ഫിയേഴ്സ്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു പേടി. ഇപ്പോൾ നമ്മൾ ചുറ്റുപാടും ഈ പൈസൻ്റെ മൂലത്തിലും, അതായത് അദ്ദേഹത്തിൻ്റെ ജോലി വരെ പോകുമോ. ഇപ്പോൾ ചേഞ്ചസുകളൊക്കെ വരുമ്പോൾ ഓട്ടോമേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലിൻ്റെ കേസിൽ സാലറി കുറയോ, അങ്ങനത്തെ ഒരു ഉത്കണ്ഠ, പേടി. നെക്സ്റ്റ് സെക്യൂരിറ്റി നീഡ്സ്. അതായത് ഏതൊരു വ്യക്തിക്കും സുഖകരമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജോലി നിർബന്ധമാണ്. കാരണം ആ ഒരു ജോലി ചെയ്ത് സാലറി കിട്ടിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ സേഫ്റ്റി എന്തായിരിക്കണം, സുരക്ഷിതമാക്കണം. അപ്പോൾ കമ്പനിക്ക് ഇതിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് അവരുടെ ജോലിനെ എഫക്റ്റ് ആകുമോ, അവർക്ക് ആ ജോലി ഇല്ലാണ്ടാകുമോ എന്നുള്ള ആ ഒരു ഭയം കാരണമൊക്കെ അവരത് എതിർക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സെലക്റ്റീവ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. അതായത് ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അതിൻ്റെ ബെനഫിഷ്യറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും മെയിൻറ്റേക്കാതെ അതിൻ്റെ ഗുണമേന്മയില്ലാത്ത കാര്യങ്ങൾ മാത്രം ഈ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾ നോക്കി കാണുമ്പോൾ അവർ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു, എതിർപ്പ് കാട്ടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ റെസിസ്റ്റൻസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് സ്ട്രക്ചറൽ ഇനേർഷ്യ. അതായത് ഒരു ഓർഗനൈസേഷന് എന്ത് ചെയ്യുന്നു, അതായത് എന്തെങ്കിലും ചേഞ്ചുകൾ വരുമ്പോൾ അതിൻ്റെ റൂൾസുകളെയും അതുപോലെ റെഗുലേഷൻസിനെയും പിടിച്ചു നിർത്തുന്നു. അതായത് ഒരു പുതിയ ചേഞ്ച് വരുമ്പോൾ അതിനെ അംഗീകരിക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യണം, ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയ റൂൾസ് റെഗുലേഷൻസ് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പഴയ റൂൾസും റെഗുലേഷൻസൊക്കെ എന്ത് ചെയ്യുന്നു, മുറുക്കി പിടിച്ച് വെക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് ലിമിറ്റഡ് ഫോക്കസ് ഓഫ് ചേഞ്ച്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഭാഗത്ത് മാത്രം മാറ്റം വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു ഭാഗം എന്ത് ചെയ്യുന്നു, ആ ഒരു ചേഞ്ചിനെ എതിർപ്പ് വരുത്തും. നെക്സ്റ്റ് ഗ്രൂപ്പ് നോംസ്. അതായത് ഒരു ഗ്രൂപ്പിൽ എന്തുണ്ടാകുന്നു, പൊതുവായിട്ടുള്ള ശീലങ്ങളും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റൂൾസുകളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ചേഞ്ച് വരുമ്പോൾ ഇപ്പോൾ അവരിങ്ങനെ ഒരു എക്സാമ്പിൾ രൂപേണ പറയുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യൽ, ഞങ്ങളുടെ ശീലം ഇതാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചിനെ അവർ എതിർക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്ത് ഗ്രൂപ്പ് നോംസ്. ടീമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ചേഞ്ചിനെ അവർ എതിർക്കുക. ഞങ്ങളുടെ റൂൾസ് ഇതാണ്, ഞങ്ങളുടെ ശീലം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചേഞ്ചിനെ അവർ എതിർക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ത്രെഡ് ടു എക്സ്പെർട്ടൈസ്. അതായത് ഒരു പുതിയൊരു ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഴയ ചെയ്ത് കൊണ്ടിരുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പഴയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്കില്ലുണ്ടാക്കും. പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു സ്കില്ലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പുതിയൊരു ചേഞ്ച് ഉൾക്കൊള്ളുന്ന സമയത്ത് പഴയ ആ ഒരു ചേഞ്ച് നമുക്ക് പഴയുള്ളൊരു ആ ഒരു കഴിവ് പോകും എന്നുള്ള ഒരു തോട്ട് കൊണ്ട് അവിടെ എതിർക്കുന്നു. നെക്സ്റ്റ്
ത്രെഡ് ടു റിസോഴ്സ് അലോക്കേഷൻ, അതായത് നമ്മുടെ മാറ്റങ്ങൾ കാരണം പണം, അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഇവരൊക്കെ കുറയുമോ എന്നുള്ളൊരു ആശ ഉണ്ടാകും ഈ ഒരു ഓർഗനൈസേഷൻ, ഒരു പേടി ഉണ്ടാകുന്നു. നെക്സ്റ്റ് ത്രെഡ് ടു എസ്റ്റാബ്ലിഷ് പവർ റിലേഷൻഷിപ്പ്, അതായത് ഇങ്ങനെ ചേഞ്ചുകൾ വരുന്ന കാരണം അതിൻ്റെ ഒരു പൊസിഷന്, പവർ ഇതൊക്കെ എന്താവും, ഇല്ലാണ്ടാവുമോ അല്ലെങ്കിൽ കുറയുമോ എന്നുള്ള ഭയങ്ങളൊക്കെയാണ് ഇത് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് സോഴ്സസ് ഓഫ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. നെക്സ്റ്റ് ഹൗ ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതായത് ഈ ചേഞ്ചുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എതിർപ്പിനെ എങ്ങനെ മറികടക്കാം. അതിൽ ഇൻഡിവിജ്വൽ ലെവൽ അപ്രോച്ച് നമ്മൾ പറഞ്ഞു, ഓരോ വ്യക്തികൾക്ക് എന്തുണ്ട്, ഓരോ എതിർപ്പുകൾ ഉണ്ടാവലുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയൊക്കെ മറികടക്കാം. ഫസ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ബെനഫിറ്റുകൾ എന്തൊക്കെയാണെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഭയം, ഫിയർ ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യം അവരെ തെളിയിച്ചു കൊടുക്കുക. രണ്ടാമത് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ്, ഈ ഒരു എംപ്ലോയീസിനെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിലോട്ടും പ്ലാനിങ്ങിലോട്ടും ഒക്കെ ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഈ ഒരു ചേഞ്ച് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനും കഴിയും. അത് കാരണം അവരുടെ എതിർപ്പ് കുറയും ചെയ്യും. നെക്സ്റ്റ് നെഗോഷിയേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്സ്, അവാർഡുകൾ, പ്രൊമോഷൻസ് അല്ലെങ്കിൽ ബോണസുകൾ, സാലറികളൊക്കെ കൂട്ടിക്കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്താണ്, ലൈക്ക് ഇങ്ങനത്തെ ഒരു ചേഞ്ച് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ നോ എന്ന് പറയാൻ പറ്റൂല, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ അത് കൂടുതൽ അവരെ സ്വാധീനിക്കും. നെക്സ്റ്റ് പോയിന്റ് ബിൽഡിംഗ് ട്രസ്റ്റ്, അതായത് എംപ്ലോയീസിൻ്റെ ഒരു വിശ്വാസം ഇവർ നേടിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എന്ത് കാര്യം ഈ ഒരു എംപ്ലോയീസ് കണ്ണടിച്ച് വിശ്വസിക്കുകയും അവർ പറയുന്ന ചേഞ്ചസ് ഒക്കെ ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് ആ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അവരുടെ എതിർപ്പുകൾ മറികടക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഓർഗനൈസേഷനിലുള്ള എതിർപ്പുകളൊക്കെ എങ്ങനെ മറികടക്കാം എന്നാണ് നോക്കുന്നത്. ലീഡർഷിപ്പ് സപ്പോർട്ട്, അതായത് ഒരു കമ്പനീൻ്റെ ഏറ്റവും ഹൈ ലെവൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അതിനെ കൂടുതൽ പിന്താങ്ങാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ചേഞ്ച് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലീഡർഷിപ്പിനെ, ആ ലീഡറിനെ മുൻതൂക്കം വഹിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് അതിന് എതിർപ്പ് നിൽക്കില്ല. നെക്സ്റ്റ് ക്ലിയർ ചേഞ്ച് വിഷൻ, അതായത് എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ ബെനഫിഷ്യലും എല്ലാതും എന്ത് ചെയ്യണം, എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കണം. ദെൻ പൈലറ്റ് ടെസ്റ്റിങ്, അതായത് ഈ ഒരു കാര്യം ഫുള്ളായിട്ട് പ്രാബല്യം ആക്കുന്നതിന് മുന്നേ കുറച്ച് അവിടെ പ്രാബല്യം ആക്കുമ്പോഴത്തേന് എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ കൊണ്ട് അത് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് എന്തൊക്കെയാണ് പോരായ്മകളും എന്തൊക്കെയാണുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ലേണിംഗ് കൾച്ചർ, അതായത് എന്ത് ചെയ്യുക, എംപ്ലോയീസിന് വികസനം കൊടുക്കുക, ലേണിങ്ങിലും അതുപോലെ തന്നെ കൾച്ചറിലൊക്കെ വികസനം കൊടുക്കുമ്പോൾ അവർ ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാക്കുന്നു. നെക്സ്റ്റ് ചേഞ്ച് ഏജൻസ്, അതായത് എംപ്ലോയീസിന് ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികൾ ഉണ്ടാകുന്നു. അവർക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ ഒരു എതിർപ്പുകളൊക്കെ മറികടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവർകം ആയിട്ട് വരുന്നത് ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിലും. നെക്സ്റ്റ് ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ചുകൾ മാനേജ് ചെയ്യാനുള്ള അപ്രോച്ചസുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലൂയിസ് 3 സ്റ്റെപ്പ് മോഡൽ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് 3 സ്റ്റേജുകളുണ്ട്, അതായത് 3 ഘട്ടങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അൺഫ്രീസിങ്, അതായത് ഈ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് ആ ഒരു ഓർഗനൈസേഷനെയും അതിലുള്ള ഓരോ ഇൻഡിവിജ്വലിനെയും ഈ ഒരു ചേഞ്ച് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അതായത് അവരെ അറിയിക്കണം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടെന്നും അതുപോലെ തന്നെ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കും എന്നുള്ള കാര്യങ്ങളും അവരെ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അൺഫ്രീസ് എന്ന് പറയുമ്പോൾ അവരെ മാറ്റത്തിന് റെഡിയാക്കുക, അതായത് അവരിപ്പോൾ പഴയ മെത്തേഡിലായിരിക്കും ഓരോ വർക്കും ചെയ്യാൻ പ്രാബല്യരായിട്ടുണ്ടാവുക. അപ്പോൾ അവരെന്ത് ചെയ്യണം, പുതിയൊരു ചേഞ്ച് വരുമ്പോൾ അത് അംഗീകരിക്കാനും അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു കമ്പനിയിൽ റേറ്റിംഗ് സിസ്റ്റം ആയിരിക്കാം, കയ്യെഴുത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ ആയിരിക്കും. അതെന്ത് ചെയ്യുന്നു, നേരെ ഒരു വേറെ സിസ്റ്റം, അതായത്
കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡ് ആകുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം ഇത് ടൈം മാനേജ്മെൻറ്റ്, ടൈം വളരെ കുറച്ച് മതി, സിമ്പിളാണ്, ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി തരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതാണ് അൺഫ്രീസിങ്. ഒരു ചേഞ്ച് വരുന്നതിന് മുമ്പ് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ്. നമ്മൾ എന്ത് ചേഞ്ചാണോ കണ്ടുവരാൻ പോകുന്നത് അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് ആ ഒരു ചേഞ്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലിക്കാർക്ക് ആ ഒരു കാര്യങ്ങൾ ഇതിലെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ ഉദ്ദേശിച്ച ചേഞ്ച് അവിടെ നടപ്പിലാക്കുന്നു, എംപ്ലോയീസിന് അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നടപ്പിലാക്കി കൊണ്ടുവരുന്നു. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് പഠിപ്പിച്ചു കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുന്നു. അതിനുശേഷം അവർ ആ ഒരു ചേഞ്ചിൽ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഇതാണ് ചേഞ്ചിങ്. നെക്സ്റ്റ് സ്റ്റേജാണ് റിഫ്രീസിങ്. റിഫ്രീസിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു ചേഞ്ച് കണ്ടിന്യൂ ചെയ്ത് പോവുക, അതായത് ഫ്യൂച്ചറിൽ ആ ഒരു ചേഞ്ചിനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ കീ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ ഒരു ചേഞ്ചിൽ വർക്ക് ചെയ്തവർക്കൊക്കെ അഭിനന്ദിക്കുക, അതായത് അവർക്ക് അതിനുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. പിന്നെ ഇത് ഒരിക്കലും ഈ ഒരു പഴയ ആ ഒരു മെത്തേഡിലോട്ട് ആരും പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഇവർ ഈ ഒരു പുതിയ മാറ്റത്തിൽ നിന്ന് ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ഈ വലിയ വലിയ നേതാക്കൾ എന്ത് ചെയ്യുന്നു, അതിനുള്ള ഇൻസെൻറ്റീവ്സ്, കാരണം മോട്ടിവേഷന് കൊടുക്കുക, അവാർഡിൻ്റെ രൂപത്തിലോ റിവാർഡിൻ്റെ രൂപത്തിലോ കൊടുക്കുക. കാരണം അതൊരു പ്രചോദനമാണ്. കാരണം അവർ ഇത്രയും കാലം യൂസ് ചെയ്യാത്തൊരു ചേഞ്ചിൽ നിന്ന് വേറൊരു മോഡലിൽ നിന്ന് മാറിക്കാണ്ട് വേറൊരു കാര്യം ചെയ്യല്ലേ, അപ്പോൾ അതിനുള്ളൊരു പ്രചോദനം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരിത്. പിന്നെ ഒരിക്കലും അവരവരുടെ പഴയ ആ ഒരു, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കയ്യെഴുത്ത് രജിസ്ട്രേഷൻ ആയിരുന്നു, അത് നേരെ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡ് ആയി. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡ് നിന്ന് ഒരിക്കലും പഴയ ആ ഒരു മെത്തേഡിലോട്ട് പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതാണ് റിഫ്രീസിങ്. ഇതാണ് ലീവിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡൽ. രണ്ടാമത്തെ അപ്രോച്ചാണ് ക്രിയേറ്റിംഗ് എ ലേണിംഗ് ഓർഗനൈസേഷൻ. അതായത് ഒരു ലേണിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും പഠിക്കുക, അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിനെ മാറ്റിയെടുക്കുക, അതുപോലെ തന്നെ മെച്ചപ്പെടുത്തുക. ഇതാണ് ഒരു ലേണിംഗ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ വേൾഡ്, നമ്മുടെ എൻവിറോൺമെൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഗനൈസേഷനെ മാറ്റിയെടുക്കണം. അവിടെ കുറേ മാറ്റങ്ങൾ ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാർ, അതായത് എംപ്ലോയീസുകളിലും മാറ്റങ്ങൾ വരുത്തുക. അതിനെയാണ് മാറ്റങ്ങൾ, അവരെ വളർത്തിയെടുക്കുക. അതിനെയാണ് എന്തെന്ന് പറയണത്, ലേണിംഗ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഡിസിപ്ലിൻസ് ഓഫ് ലേണിംഗ് ഓർഗനൈസേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ സിസ്റ്റം തിങ്കിങ്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സിസ്റ്റം ബേസ്ഡ് ആണ് എന്നുള്ളൊരു ചിന്താരീതിയാണ്. ഇപ്പോൾ ഒരു ഭാഗത്തുള്ള ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ മറ്റൊരു ഭാഗത്ത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ജീവനക്കാരെ അവിടെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസിന് കുറക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കുള്ള ജോലി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഭാഗത്ത് ജോലിക്കാരെ കുറക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ജോലിക്കാരുടെ വർക്ക് കൂടുമ്പോൾ അതൊരു ഓർഗനൈസേഷന് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നു, ബാധിക്കും. അതാണ് സിസ്റ്റം തിങ്കിങ്. രണ്ടാമത് പേഴ്സണൽ മാസ്റ്ററി. അതായത് ഒരു ജീവനക്കാരൻ എന്ത് ചെയ്യുന്നു, ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തയ്യാറാവുക. അതായത് അയാൾ സ്വമേധയ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇത്തരം പുതിയ പുതിയ ചേഞ്ചസുകൾ വരുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള കഴിവുകൾ അയാൾക്ക് ഉണ്ടാവണം എന്നുള്ളത് കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയാൾ സ്വമേധയ എന്ത് ചെയ്യാണ്, ഓരോ ട്രെയിനിങ്ങുകളൊക്കെ ഏറ്റെടുത്ത് പഠിക്കുക. അയാൾക്ക് സ്വയം വളരണം എന്നുള്ള ലക്ഷ്യം കാരണമാണ് ഇങ്ങനെ പഠിക്കാൻ തയ്യാറാവുന്നത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾ ഒരു ചേഞ്ച് വരുന്നതിന് മുന്നേ തന്നെ അയാൾ എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും കാര്യങ്ങൾ മാക്സിമം പഠിച്ചെടുക്കുക. അയാളെ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ ട്രെയിനിങ്ങും പഠിച്ചെടുക്കുക. നെക്സ്റ്റ് മെൻ്റൽ മോഡൽസ്. നമ്മുടെ പഴയ ചിന്താഗതികളും അതുപോലെ തന്നെ നമ്മുടെ ബിലീഫുകൾ, നമ്മുടെ കൾച്ചേഴ്സൊക്കെ ഒന്ന് പഴയ കാലത്തുള്ള ചിന്താഗതികൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ, നമ്മുടെ പഴയ കാലത്തൊക്കെ ഈ ഓൺലൈൻ ജോലികളൊന്നും അത്ര വലിയ ഫലപ്രദമല്ല, അത്ര സാലറി ഒന്നും കിട്ടൂല എന്നുള്ള ചിന്താഗതി ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഓൺലൈനിലും നല്ല ജോലികളുണ്ട്, നല്ല സാലറി കിട്ടുന്ന ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചിന്തകൾ മാറ്റിയിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക, അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അതിനാണ് മെൻ്റൽ മോഡൽസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ബിൽഡിംഗ് ഷെയർഡ് വിഷൻ. അതായത് ഒരു കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസും ഒറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ കൊള്ളുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ആ എല്ലാവരുടെ എംപ്ലോയീസിൻ്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയാണ് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു കമ്പനി. എല്ലാ എംപ്ലോയീസിൻ്റെയും വിശ്വാസം ഒറ്റൊന്ന് മാത്രമായിരിക്കണം. നെക്സ്റ്റ് ടീം ബിൽഡിങ്. അതായത് നമ്മൾ കൂട്ടായിക്കാണ്ടിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങിൽ കുറേ വ്യക്തികൾ തമ്മിൽ അവരുടെ അനുഭവങ്ങൾ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ ടീം ആയിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇൻഫർമേഷൻസും കിട്ടും, നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഡിസിപ്ലിൻസ് ഓഫ് ലേണിംഗ് ഓർഗനൈസേഷൻ ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇതിൽ മൂന്നാമത്തെ അപ്രോച്ചാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിഹേവിയറൽ സയൻസ് എന്നുള്ള ഒരു പദ്ധതി ദീർഘകാലത്തിലോട്ട് വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു കമ്പനി ഇപ്പം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബിഹേവിയറൽ സയൻസ് എന്നുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പദ്ധതി എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഓർഗനൈസേഷൻസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും ട്രെയിനിങ് കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 വ്യക്തികൾ ചേർന്നിട്ടുള്ളൊരു ടീം ഒത്തുകൂടാം, എന്നിട്ട് ഒരു മീറ്റിംഗ് പോലെ. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ല, അവിടെ എന്ത് കോണ്ടൻറ്റ് പറയണം, അങ്ങനെ പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ല. ഇവർക്ക് ആർക്കാണെങ്കിലും അവനവനെ പറ്റി പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മറ്റുള്ള വ്യക്തികൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും അവരെ വിലയിരുത്തുകയും അതനുസരിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയെന്നൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് കൊടുക്കുകയും അങ്ങനെ ആകുമ്പോൾ സ്വന്തം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ഒരു ബിഹേവിയർ എന്താണ് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ആ ഒരു പെരുമാറ്റം അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. നെക്സ്റ്റ് ടീം ബിൽഡിംഗ് ആണ്. അതായത് ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. അതാണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്നുള്ളൊരു ട്രിപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ടോക്ക് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെ കണ്ടക്ട് ചെയ്യണ വഴി ഈ ഒരു എംപ്ലോയീസിൻ്റെ ഡിസ്റ്റൻസ് കുറയും. അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കും ചെയ്യും. അതുപോലെ തന്നെ ഒത്തൊരുമയോട് കൂടിയിട്ട് അവർ ജോലി ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ ഇതാണ് ടീം ബിൽഡിങ്. നെക്സ്റ്റ് പ്രോസസ് കൺസൾട്ടേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള പ്രശ്നങ്ങൾ എവിടേക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എംപ്ലോയീസിനെ സോൾവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ സോൾവ് ചെയ്യാൻ ഈ ഒരു കൺസൾട്ടൻ്റ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടീമിൽ അവർക്ക് എന്താണ് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ ഒരു കൺസൾട്ടൻ്റ് എന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, അയാളായിട്ട് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞു കൊടുക്കാതെ എന്ത് ചെയ്യുന്നു, ആ ടീമിലുള്ള അംഗങ്ങളെ കൊണ്ട് അതിൻ്റെ പ്രശ്നം എന്താണ്, അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ കൂടി പറയിപ്പിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് സർവേ ഫീഡ്ബാക്ക്. അതായത് കമ്പനിയിലുള്ള എംപ്ലോയീസിനോട് ഒരു സർവേ രൂപത്തിൽ, അതായത് ചോദ്യോത്തരം എന്നുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സർവേ രൂപത്തിൽ ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കുക. അല്ലെങ്കിൽ പ്രതിഫലം മീൻസ് ആ സർവേക്ക് അനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ കുറച്ച് എംപ്ലോയീസിൻ്റെ അടുത്ത് പോയിട്ട് സർവേ നടത്താണ്. അപ്പോൾ അവരിങ്ങനെ ശമ്പളത്തിൻ്റെ കേസുകളും ലീവിൻ്റെ കേസുകളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് അവർ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ളൊരു സൊല്യൂഷൻ അവർ കൊണ്ടുവരികയാണ്. നെക്സ്റ്റ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അതായത് ഇവിടെ ഒരു മാനേജറും അതുപോലെ തന്നെ ഒരു എംപ്ലോയും കൂടിയും, ഇവർ 2 പേരും കൂടി ആവണം ഒരു ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിളിന് ഒരു സെയിൽസ്മാൻ ഉണ്ടാവും. അപ്പോൾ ഇയാൾ ഈ ഒരു മാസം എത്രത്തോളം സെയിൽസ് നടത്തണം എന്നുള്ളത് ഈ ഒരു മാനേജർ മാത്രം തീരുമാനിച്ചാൽ പോരാ. മാനേജറും അതുപോലെ തന്നെ ഈ ഒരു സെയിൽസ്മാനും കൂടിയും ഒരുമിച്ച് ഇരുന്ന് 2 പേരും കൂടിയും ഈ ഒരു മാസം എത്രത്തോളം സെയിൽസ് നടത്തണം എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാണ്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്നു, ഒരു പ്ലസൻറ്റ് ഫീൽ, കാരണം അയാളെയും കൂടി പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്ലസൻറ്റ് ഫീലും, അതുകൊണ്ട് ജോലി തുടരാനും ഒരു ആഗ്രഹം ഉണ്ടാവും.
നെക്സ്റ്റ് പോയിന്റ് അപ്രീഷിയേറ്റീവ് ഇൻക്വയറി. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷനിലെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് ഈ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തനിങ് പോയിന്റ് എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അതിലൂടെ ഇനി ഫ്യൂച്ചറിലാക്കി എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 ഘട്ടങ്ങളുണ്ട്. ഡിസ്കവർ, അതായത് ഈ ഒരു കമ്പനീൻ്റെ ഒരു സ്ട്രെങ്തനിങ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി എന്താണ് ഈ ഒരു സ്ട്രെങ്തനിങ് പോയിന്റിലൂടെ കണ്ടെത്തി വരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഡ്രീം ഉണ്ടാക്കിയെടുക്കുക, പ്ലാൻ ചെയ്തെടുക്കുക. ദെൻ ഡിസൈന്, ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഡെസ്റ്റിനി, അതായത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ നിലനിർത്തുക. അതാണ് ഈ ഒരു അപ്രീഷിയേറ്റീവ് ഇൻക്വയറിൻ്റെ സ്റ്റേജസ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സിസ്റ്റം കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് അത് കാരണം ഒരു ചേഞ്ച് വന്നു, സ്ട്രെസ്സ് വരും. കാരണം താൻ ചെയ്തുകൊണ്ടിരുന്ന പണിയല്ലാതെ പുതിയൊരു പണി ഇനി താൻ പഠിക്കണോ എന്നുള്ള ആ ഒരു ഫിയർ വരും. അത് കാരണം അയാൾക്ക് ടെൻഷൻ വരികയാണ്, സ്ട്രെസ്സ് കയറാണ്. കാരണം ഇനി മുതൽ ഞാൻ എന്ത് ജോലി എടുക്കും, അതിനി പഠിക്കണമല്ലോ, അതെങ്ങനെ പഠിക്കും എന്നുള്ള ആ ഒരു സ്ട്രെസ്സ് കാരണം ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ആൻഡ് സ്ട്രെസ്സ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ചേഞ്ച് ആൻഡ് സ്ട്രെസ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എംപ്ലോയീസിന് സ്ട്രെസ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് എംപ്ലോയീസിന് സ്ട്രെസ്സ് ഉണ്ടാക്കാനുള്ളൊരു മേജറായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സ്ട്രെസ്സുകൾ വരിക. ഒന്ന് അൺസർട്ടൈനിറ്റി, അതായത് നാളേക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയാത്ത ഒരു ഉത്കണ്ഠ, നാളെ എന്ത് സംഭവിക്കും എന്ന് അറിയാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഉത്കണ്ഠ. രണ്ടാമത് ഫിയർ ഓഫ് അൺനോൺ, അതായത് ഇപ്പോൾ തനിക്കറിയാത്തൊരു ജോലിയാണ് തനി ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഇനി വരുന്നത്, ആ ഒരു മാറ്റം കൊണ്ട് എനിക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ആ ഒരു പേടി. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് വന്നാൽ തൻ്റെ പഴയ ജോലി വിടേണ്ടി വരുമോ, അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടുന്ന് പോകുമോ, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സ്ട്രെസ്സ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ്, അതായത് ഇങ്ങനെ ഓർഗനൈസേഷനിൽ ചേഞ്ചുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് സ്ട്രെസ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം പോവുകയും അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് കയറാതിരിക്കുക, കൂടുതൽ ആബ്സെൻറ്റീസ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിനും ഒരു മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനും ഭയങ്കര ക്ഷീണം, ഒരു താല്പര്യമില്ലായ്മ ഒക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. നെക്സ്റ്റ് ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് സ്ട്രെസ് അറ്റ് വർക്ക്. അതായത് നമ്മുടെ ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള റീസൺസ്. ഹെവി വർക്ക് ലോഡ് ആൻഡ് ടൈറ്റ് ഡെഡ് ലൈൻസ്, അതായത് കുറച്ച് സമയത്തിനുള്ളിൽ കുറേ വർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മനുഷ്യനെ സ്ട്രെസ്സ് കൂട്ടുന്നു. നെക്സ്റ്റ് ലാക്ക് ഓഫ് കൺട്രോൾ ആൻഡ് ഓട്ടോണമി, അതായത് സ്വന്തം ജോലി ചെയ്യാനുള്ള തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അത് വേറെ വ്യക്തികൾ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ആകെ സ്ട്രെസ്സ് കൂടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിയാത്തത് കാരണം അവരെ ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ സ്ട്രെസ്സ് കൂടുന്നു. നെക്സ്റ്റ് ജോബ് ഇൻസെക്യൂരിറ്റി, അതായത് ഒരു വ്യക്തിയുടെ ജോബ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഉണ്ടാവും. നെക്സ്റ്റ് പുവർ മാനേജ്മെൻറ്റ് ആൻഡ് ലാക്ക് ഓഫ് സപ്പോർട്ട്, അതായത് ഒരു എംപ്ലോയിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പൂർത്തിയാക്കി പറഞ്ഞു കൊടുക്കാതെ ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളൊന്നും ഇല്ലാതാവും, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിലേക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രെസ് കയറും. നെക്സ്റ്റ് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്, അതായത് മറ്റുള്ള വ്യക്തികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്ട്രെസ് ഉണ്ടാക്കും. നെക്സ്റ്റ് പോയിന്റ് അൺക്ലിയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് ആ ഒരു വ്യക്തിയുടെ റോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഒരു കമ്പനിയിൽ മനസ്സിലാവാത്ത ഒരു അവസ്ഥ, അങ്ങനെ ഉണ്ടാകുമ്പോഴും സ്ട്രെസ് ഉണ്ടാവും. നെക്സ്റ്റ് വർക്ക് ലൈഫ് ഇംബാലൻസ്, അതായത് വീട്ടു ജോലിയും അതുപോലെ തന്നെ ഓഫീസിലത്തെ ജോലികളും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ സ്ട്രെസ് ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പുവർ വർക്കിംഗ് കണ്ടീഷൻ, അതായത് ഒരു വ്യക്തിക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ള ക്യാപ്പബിൾ ഇല്ലാത്തൊരവസ്ഥ, അതായത് അദ്ദേഹത്തിന് വേണ്ടത്ര അറിവും ഇല്ല അതിനെ പറ്റിയിട്ട്, അതുപോലെ ഒരു എക്സ്പീരിയൻസും ഇല്ല എന്നുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനോട് സ്ട്രെസ് കൂടും. നെക്സ്റ്റ് ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് സ്കിൽസ്, അതായത് അദ്ദേഹം ചെയ്യുന്ന വർക്കിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ അതുപോലെ തന്നെ സ്കില്ലുകളൊന്നും അതിനെ പറ്റിയിട്ടൊന്നും ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, സ്കിൽ അധികമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കണം
എന്നുള്ള ടെൻഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു, അങ്ങനെ സ്ട്രെസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെയാണ് ഒരു വ്യക്തിയുടെ സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നത്, സോഴ്സസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഓൺ സ്ട്രെസ്. അതായത് കമ്പനികളിൽ മാറ്റം വരുമ്പോൾ ജീവനക്കാരത് പല രീതികളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത്, അതായത് കമ്പനികളിൽ മാറ്റം വരുമ്പോൾ ഈ ഒരു എംപ്ലോയീസിന് ആർക്കും ആവശ്യമില്ല, അല്ലെങ്കിൽ അവരുടെ സേവനം ഇനി ആവശ്യമില്ലാത്തത് കാരണം ഞങ്ങളെ ഇവിടുന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് വിടുമെന്നുള്ള ഒരു ഉത്കണ്ഠ അവർക്കുണ്ടാവുന്നു. അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും എംപ്ലോയീസുമായിട്ട് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് മുൻകൂട്ടി പറയാത്തത് കാരണം പെട്ടെന്നൊരു ദിവസം ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് അവരോടുള്ള ആ ഒരു കമ്പനിയോടുള്ള വിശ്വാസം കുറയുന്നു. അതുപോലെ തന്നെ ഇങ്ങനൊരു ചേഞ്ച് പെട്ടെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എംപ്ലോയീസിൽ എന്തുണ്ടാക്കുന്നു, സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഈ സ്ട്രെസ് കാരണം അവർക്ക് അവരുടെ വർക്ക് ശരിക്കുമായിട്ടുള്ള രീതിയിൽ അത് അവിടെ ചെയ്തു തീർക്കാനും പറ്റുന്നില്ല. അത് കാരണം പല എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാനും റീസൺ ആവുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ പുതിയൊരു ലീഡറിനെ അതിൻ്റെ മേലധികാരി പൊസിഷൻ ചെയ്യാണ്. അപ്പോൾ അത് ഇങ്ങനെ ലീഡറിനെ നിയമിക്കണ കാര്യം അദ്ദേഹം അവരുടെ പഴയ എംപ്ലോയീസിനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ എംപ്ലോയീസിന് തോന്നുകയാണ്, അതായത് ഇവർ നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണെന്ന്. അത് കാരണം അവർക്ക് സ്ട്രെസ്സ് കൂടിയിട്ട് വർക്കുകളൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നിട്ട് പോകുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ. ഫസ്റ്റ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അതായത് ആ ഒരു എംപ്ലോയിയും അതുപോലെ തന്നെ മാനേജറും ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് എന്ത് ചേഞ്ചാണ് വരുന്നത്, അതെങ്ങനെ ചേഞ്ച് ചെയ്യണം, അതെങ്ങനെ ആ ചേഞ്ച് ഞങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് ആ ഒരു ചേഞ്ചിനോടുള്ള പേടി മാറി സ്ട്രെസ് കുറയും. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചേഞ്ച് എംപ്ലോയീസ് ഉൾക്കൊള്ളും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക, അതായത് ആ ഒരു ചേഞ്ച് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലോട്ട് ആക്കി തീർക്കുക. അതിനുള്ള എഡ്യൂക്കേഷൻസ്, ട്രെയിനിങ്, ഡെവലപ്മെൻ്റ് ഒക്കെ ഇവർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സ്ട്രെസ് അവിടെ കുറയും. നെക്സ്റ്റ് വെൽനെസ് ആൻഡ് കൗൺസിലിംഗ് സപ്പോർട്ട്, അതായത് നമ്മൾ യോഗകൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യണ വഴി, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു കൗൺസിലറെ വെക്കാം, അങ്ങനെയൊക്കെ ഒരു വ്യക്തിയോട് തുറന്ന് പറയുമ്പോൾ സ്ട്രെസ്സ് കുറയുന്നു. നെക്സ്റ്റ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് റെക്കഗ്നിഷൻ, അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ എംപ്ലോയീസിനെ ഉൾപ്പെടുത്തുകയും അവരോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ സ്ട്രെസ്സിനെ കുറക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ കോപ്പിംഗ് ടെക്നിക്സ്, അതായത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് എങ്ങനെ സ്ട്രെസ്സ് കുറക്കാം. ഫസ്റ്റ് റിലാക്സേഷൻ ടെക്നിക്സ്, അതായത് യോഗ, വ്യായാമം, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടത്താം എന്നുള്ളത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ്സ് കുറച്ച് കുറയുന്നു. നെക്സ്റ്റ് സോഷ്യൽ സപ്പോർട്ട്, അതായത് നമുക്ക് നല്ല രീതിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ വേറെ കൗൺസിലറിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് കുറയും. നെക്സ്റ്റ് ബ്രേക്ക് ആൻഡ് ബൗണ്ടറീസ്, അതായത് നമ്മുടെ ജോലി സമയം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ നോക്കാതിരിക്കുക, ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജോലിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ വെക്കുക. ഇപ്പോൾ ഇമെയിൽ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്സ് കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കുകൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഇതോടുകൂടി ഈ ഒരു മൊഡ്യൂൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.